ഞാൻ ഈ ഇടയ്ക്കൊരു യാത്ര പോയിരുന്നു. നമ്മുടെ മൂന്നാറിന്റെ വനമേഖലയിലേക്കാണ് പോയത്. അവിടെ ഒരു സീനിയർ മോസ്റ്റ് ഓഫീസറായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ബോർഡർ ലൈനിൽ, വനമേഖലയുടെ ബോർഡർ ലൈനിൽ മുഴുവൻ അവര് മഞ്ഞൾ കൃഷി ചെയ്യുന്നുണ്ട്. പന്നി കയറാതിരിക്കാനാണെന്നൊക്കെയാണ് പറഞ്ഞത്. എങ്കിലും കൂടുതൽ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, ഈ മഞ്ഞളിൽ നിന്നും ഈ കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു വാല്യൂഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കുർക്കുമിന് ഹൈലി ആന്റി ഓക്സിഡന്റും പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇത് ശരിക്കും നമുക്ക് മഞ്ഞൾ കിട്ടുന്നത് ഇതെല്ലാം മാറ്റിയതിന് ശേഷമുള്ള മഞ്ഞളാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ പറയാൻ കാര്യം, നമ്മുടെ ഇന്ത്യയുടെ മൊത്തം വ്യാപാര മേഖലയിൽ 70% കൈയടക്കിയിരിക്കുന്നത് ഭക്ഷ്യ വിഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡൾട്രേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നു. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. വിപണി ഇത്രയും വലുതായത് കൊണ്ടാണ് ഒരു കാരണം. രണ്ടാമത്തത് പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ട് എല്ലാവരും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് കൺസ്യൂമേഴ്സിന് ഇല്ലാത്തതാണ്. നാലാമത്തെന്ന് പറയുന്ന പരിശോധനകളും മറ്റും പര്യാപ്തമായ രീതിയിൽ വരാത്തതും കൂടെ കൊണ്ടാണ്. അപ്പം മനുഷ്യരാശിയുടെ നന്മ മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ ഇടയ്ക്കുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ സോഷ്യൽ ഓൺട്രപ്രണർഷിപ്പ് എന്ന കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അങ്ങനെ ആ സ്വഭാവത്തിലുള്ള ഒരു സംരംഭത്തെ നമുക്കിന്ന് പരിചയപ്പെടാം. സംരംഭങ്ങളുടെ ഉള്ളറിയുന്നതിനായി P&Bയുടെ വിഷൻ ടു ദി വെഞ്ചർ എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ടോട്ടൽ ബിസിനസ്സിൽ 70% നടക്കുന്നത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വളരെ വളരെ വലിയ രീതിയിൽ അഡൾട്രേഷൻ നടക്കാറുണ്ട്. ശുദ്ധമായ ആഹാരത്തിന് ഈ കാലത്ത് വളരെ പ്രസക്തി ഉള്ള ഒരു സമയമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സൂസൻ മാത്യു മാഡത്തിനെയാണ്. കേശവദാസപുരത്ത് സൂസൻ സിഗ്നേച്ചർ എന്ന ഒരു വെഞ്ചർ മാഡം നടത്തുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് മാഡത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം മാഡം. നമസ്കാരം മാഡം. ഈ പേരിലൊരു പുതുമ ഉണ്ടല്ലോ, സൂസൻ സിഗ്നേച്ചർ, ഒന്ന് വിശദീകരിക്കാം. ഞാൻ നേരത്തെ തന്നെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ ബിസിനസ് കഴിഞ്ഞ 28 വർഷമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ്. അതിൻ്റെ ബിസിനസിന്റെ പേര് ബി ഇൻ സ്റ്റൈൽ എന്നാണ്. അപ്പം അങ്ങനെ അതിലും ഒരു വെറൈറ്റി ഉണ്ട്. അപ്പം ഇത് ഒരു 3 years ആയിട്ടുള്ള സംരംഭമാണ്. കോവിഡിന്റെ സമയത്താണ് ആക്ച്വലി നമ്മൾ ഫുഡിന്റെ കൂടുതൽ പ്രാധാന്യം, നല്ല ഫുഡ് കഴിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത്. ആ സമയത്ത് എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ ഇനിയുള്ള കാലം ചെയ്യണം എന്നൊരു മനസ്സിനകത്തൊരു തോന്നലുണ്ടായി. അപ്പൊ തന്നെ ഈ ഒരുപാട് ആൾക്കാർ ഈ ഇഞ്ചി ചേർത്ത വെള്ളം കുടിക്കുന്നു ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അതായത് നല്ല മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളം കുടിക്കുന്നു. അങ്ങനെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത് വലിയൊരു ഘടകമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ ഞങ്ങൾക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക്, കൊടംപുളി, ഇതൊക്കെ ഞങ്ങൾക്ക് കൃഷിയിലുള്ളതാണ്. അപ്പൊ ഞങ്ങള് സാധാരണ ഫാമിലിയിൽ തന്നെ ഒരു വർഷത്തേക്കുള്ള ഇങ്ങനത്തെ ക്രോപ്സ് ഒക്കെ ഞങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പേഴ്സണലി നമ്മൾ വീട്ടിലെ കുക്കിങ്ങിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ പലരും നല്ല മഞ്ഞപ്പൊടി കിട്ടാനുണ്ടോ, മായം ചേർക്കാത്ത മഞ്ഞപ്പൊടി കിട്ടാനുണ്ടോ, അങ്ങനെയുള്ള പല ഗ്രൂപ്പുകളിൽ നിന്നുള്ള എൻക്വയറി വന്നു. അപ്പൊ ചിലരൊക്കെ കോവിഡായിട്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് പരിചയമുള്ളവരോടൊക്കെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ പാക്കറ്റ് ആക്കി വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്തൊക്കെ ഓരോരുത്തരെ കൊടുത്തു വിടുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ കൊടുത്തിരുന്നു. അപ്പൊ ഇത് പലരും കേട്ടിട്ട് എനിക്കും കൂടെ അറേഞ്ച് ചെയ്ത് തരാമോ എന്നുള്ള ഒരു എൻക്വയറി വന്നു. ആ സമയത്ത് നമുക്ക് അങ്ങനെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. എന്റെ ബിസിനസ് ആർട്ടിഫിഷ്യൽ ജ്വല്ലറി ആണല്ലോ. അപ്പൊ ഓൾറെഡി ഞാനിവിടെ കേദാരത്തിൽ ഈ ഒരു ഷോപ്പ് എടുത്തിട്ടിട്ടുമുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ട് കുറച്ച് നല്ല സാധനങ്ങൾ നമ്മുടെ കസ്റ്റമറിന് അല്ലെ നമുക്ക് അറിയാവുന്നവർക്ക് അല്ലെ നമ്മുടെ ബന്ധുക്കൾക്ക് കൊടുത്തുകൂടാ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്നാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വേണമെന്ന് തോന്നി. ബി ഇൻ സ്റ്റൈൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറിക്ക് ഓക്കെയാണ്, പക്ഷെ അത് ഒരിക്കലും എൻ്റെ ഈ ഒരു ബിസിനസ്സിന് പറ്റില്ല. പക്ഷെ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേര് വേണം, ഒരു വിശ്വാസം അതിൽ തോന്നണം.
അപ്പൊ ഞാൻ ആലോചിച്ചു ഏറ്റവും പ്യുവറായിട്ടാണ് ഞാനിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് എൻ്റെ പേര് തന്നെ ഇട്ടുകൂടാ. അങ്ങനെയാണ് എൻ്റെ സിഗ്നേച്ചർ പ്രോഡക്ട്സ് എന്നുള്ള രീതിയിൽ സൂസൻ സിഗ്നേച്ചർ എന്ന് തന്നെ ഈ പ്രോഡക്ട്സുകൾക്ക് പേരിടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് സിഗ്നേച്ചർ ഒന്ന്. അപ്പൊ ശരിക്കും തുടങ്ങിയത് അത് പ്രൊഡക്റ്റിലാണ്. ഞങ്ങൾ ആക്ച്വലി 3 പ്രോഡക്റ്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കൊടംപുളി ഹോം ഗ്രോൺ ആണ്, പിന്നെ കുരുമുളക്, പെപ്പർ എന്ന് പറഞ്ഞ സാധനത്തിനൊക്കെ നമ്മൾ വേറെ ആർട്ടിഫിഷ്യൽ രാസവളങ്ങളൊന്നും നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ അത് വളരുന്നു. അതിൽ നിന്ന് ആവശ്യത്തിന് ക്വാണ്ടിറ്റി മാത്രം പറിക്കുന്നു, 1 വർഷത്തേക്കുള്ളതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നു, പിന്നെ നെക്സ്റ്റ് ടൈമിൽ അത് ഉണ്ടാവുന്നു. അങ്ങനെയുള്ള പരിപാടികളാണ് ഈ പെപ്പറിനകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പെപ്പർ, കൊടംപുളി, പെപ്പർ, പിന്നെ മഞ്ഞളൊന്നും എൻ്റെ ഇത്രയും ഏജിനുള്ളിൽ വെളിയിൽ നിന്ന് വാങ്ങിയതായിട്ട് എനിക്കറിയില്ല. ഇന്ന് വരെ ഞങ്ങള് വീട്ടിൽ കൃഷി അങ്ങനെയുള്ള പൊടിപ്പിച്ചെടുക്കുന്ന പരിപാടിയാണ്. ഇപ്പൊ മമ്മിയുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ പപ്പയുടെ വീട്ടിലാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫാമിലി തന്നെ ഇത് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആവശ്യക്കാർക്ക് അങ്ങോട്ട് ഒരാൾ കൂടുതലുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് കൊടുത്തു, അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിപ്പം അങ്ങനെ കുറെ കസ്റ്റമേഴ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കത് പോരാന്നുള്ള രീതിയിലോട്ട് വന്നു. ഇത് അറിഞ്ഞു കേട്ട് കുറെ കസ്റ്റമറിലോട്ട് എത്തി, കൂടുതലായിട്ട് എത്തി. മൗത്ത് പബ്ലിസിറ്റി ആയിരുന്നു. അങ്ങനെ കുറെ എൻക്വയറി വീണ്ടും അത് തരാമോ അല്ലെങ്കിൽ ഇതൊന്നുണ്ടാക്കി തരാമോ. മുളക് പൊടിയുണ്ട്, നല്ല മുളക് പൊടി കിട്ടാനില്ല, എല്ലാം മായം ചേർന്നാണ്. അപ്പൊ ഞാനൊന്നും ഒരിക്കലും മുളക് പൊടി പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല. ഞങ്ങൾ തന്നെ കഴുകി, നമ്മുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ. അതായത് നമ്മൾ പിരിയനും പാണ്ടിമുളകും കൂടെ മിക്സ് ചെയ്ത് ഒരു സെപ്പറേറ്റ് ഒരു കോമ്പിനേഷനിലാണ് ഞങ്ങളത്. ഈവൻ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ചിക്കനും, അതായത് മീറ്റ് കുക്ക് ചെയ്യുമ്പോഴും ഫിഷ് കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ ആണല്ലോ. അപ്പൊ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ നല്ല അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, അത് അധികം സ്പൈസിയുമല്ല എന്നാൽ കളർ കൂടുതൽ വേണം. ആ ഒരു കോമ്പിനേഷനിലാണ് ഞങ്ങൾ പൗഡർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം ആ ഒരു കോമ്പിനേഷനിലെ കസ്റ്റമറിന് കൊടുത്തു തുടങ്ങി. അത് കസ്റ്റമറിന് ഒത്തിരി ഇഷ്ടമായി. അപ്പൊ ഇവിടെ കസ്റ്റമേഴ്സിന് ഞാൻ കണ്ടിട്ടുള്ളത്, ഒന്നിൽ അവർ ഏതെങ്കിലും ഒരു ടൈപ്പ് മുളക്, ഒന്നി പിരിയമുളക് അങ്ങ് പൊടിക്കും, അല്ലെങ്കിൽ പാണ്ടിമുളക് മാത്രം പൊടിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ പൊടിച്ചിട്ട് ആരും പറയുന്നില്ല. അപ്പൊ അത് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ ആ ഒരു സെക്ഷനായി, അതായത് മുളക് പൊടിയിലെ സ്പെഷ്യൽ എന്നുള്ളതായി. പിന്നെ ചില കസ്റ്റമർ അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല സ്പൈസി വേണം കേട്ടോ, ഞങ്ങൾക്ക് നല്ല എരി വേണം കറികളൊക്കെ വെക്കുമ്പോഴും. അപ്പം അങ്ങനെ ആകുമ്പോൾ പിന്നെ അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അങ്ങനെ പാണ്ടിമുളക് മാത്രമായിട്ട് പിന്നെ ഒരു സെക്ഷനാക്കി. അപ്പോൾ 2 വെറൈറ്റി ആയി. പിന്നെ വന്നപ്പോഴത്തേന് കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാൻ തുടങ്ങി, മീഡിയം സൈസ് എരി വേണം, പക്ഷേ കളറും വേണം. അപ്പം സ്പെഷ്യലിന് അത്രയും കളർ കിട്ടത്തില്ല, എന്നാൽ മീഡിയം സ്പൈസിയാണ് താനും, പക്ഷെ കുറച്ചുകൂടെ കളർ വേണം അവർക്ക്. അങ്ങനെ ആയപ്പോൾ പിരിയമുളക് മാത്രം എന്നാ പൗഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിരിയമുളക് ആയപ്പോഴത്തേന് 3 വെറൈറ്റി ആയി. പിന്നെ ഒരു കാറ്റഗറി കസ്റ്റമേഴ്സ് ചോദിക്കാൻ തുടങ്ങി, ഒട്ടും എരി വേണ്ട, പക്ഷെ നല്ല കളർ വേണം, പ്രത്യേകിച്ച് നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ നല്ല കളർ വേണം, പക്ഷെ ഒട്ടും സ്പൈസി ആവാൻ പറ്റില്ല. കാരണം മെഡിസിൻ ഒക്കെ കുറെ കാലമായിട്ട് കഴിക്കുന്നവരുടെ ഇൻഡസ്ട്രീനൊക്കെ ഒത്തിരി വീക്കായിരിക്കും, അപ്പൊ അവർക്ക് ഇത്രയും പറ്റത്തില്ല എരി കഴിക്കാൻ. അപ്പൊ അങ്ങനെയാണ് ഡപ്പി മുളക് എന്ന് പറഞ്ഞ കാശ്മീരി ചില്ലി. അത് ഒറിജിനൽ കാശ്മീരി ചില്ലി തന്നെ. ഇതെല്ലാം ഓരോ കസ്റ്റമേഴ്സ് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പം ഞാൻ ഉടനെ അങ്ങ് ചെയ്യുകയല്ല, ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഏറ്റവും ക്വാളിറ്റിയിൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്ത് പൗഡർ ചെയ്ത് കാശ്മീരി ചില്ലിയുമായി. അങ്ങനെയാണ് 4 വെറൈറ്റി മുളക് പൊടി വരുന്നത്. ഒരു പ്രോഡക്റ്റ് തന്നെ 4 വേരിയൻസ് നമ്മൾ എല്ലാ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള 4 വെറൈറ്റി ഇവിടെയുണ്ട്. ശരിക്കും ഇത് പ്രോഡക്റ്റിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ചോദിക്കേണ്ടത്, ഇപ്പൊ പ്രൊഡക്ഷൻ എടുക്കണമല്ലോ, ഇതിപ്പോ ട്രിവാൻഡ്രത്താണോ ചെയ്യുന്നത്, അതിപ്പോ സ്വന്തമായിട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞല്ലോ, എവിടെയാണ് ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്? ആദ്യമൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് വീട്ടിൽ തന്നെ എല്ലാ സാധനങ്ങളും പൗഡർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് പൗഡർ ചെയ്യുന്ന പരിപാടിയായിരുന്നു. പക്ഷെ പിന്നെ നോക്കിയപ്പം വോളിയം വേണ്ടി വരുന്നു. അപ്പം ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ഷോപ്പിന്റെ ബാക്കിൽ തന്നെ ഒരു യൂണിറ്റ് ഉണ്ടാക്കി, അതിൽ തന്നെ വാഷിങ്ങും ഡ്രൈയിങ്ങും പൾവറൈസിങ്ങും എല്ലാം ഇവിടെ തന്നെ ഞങ്ങൾ ആക്കാൻ തുടങ്ങി. അപ്പൊ കൂടുതൽ സമയം എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ രാവിലെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെയും ഈ വക കാര്യങ്ങളിലാണ് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ 100% എൻ്റെ നോട്ടത്തിൽ തന്നെയാണ് എല്ലാ പ്രോഡക്ട്സും ഇവിടെ. ഈവൻ പ്രോഡക്റ്റ് പർച്ചേസ് തൊട്ട് നമ്മൾ പാക്ക് ചെയ്ത് കസ്റ്റമർ വാങ്ങുന്നത് വരെ എൻ്റെ ഒരു നോട്ടത്തിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒന്നാമത്തെ കാര്യം, ഇത് പുതുതായിട്ടുള്ളൊരു ഇൻവെൻഷനാണ്. അതായത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് എടുക്കുക, ഇത് നമ്മൾ റിസർച്ച് റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഒരുപാട് ചലഞ്ചസ് വരാൻ സാധ്യത.
ഇത് പ്രിസർവ് ചെയ്യണം. സാധാരണ പ്രിസർവേറ്റീവ്സ് ആണല്ലോ അഡൾട്രേഷൻ്റെ വേറെ വലിയ ഭാഗമായിട്ട് വരുന്ന പ്രിസർവേറ്റീവ്സ് ആണല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇത് ആ പാക്കിങ് ആ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് പാക്കിങ് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ആക്ച്വലി ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഒരു പ്രോസസ്സ് ആണെങ്കിൽ പോലും ഞാനത് വലിയ കോംപ്ലിക്കേഷൻ ആയിട്ട് ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങള് മുളകാണെങ്കിലും മല്ലിയാണെങ്കിലും ഒക്കെ പൗഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 മാസം വരെ അത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഡ്രൈ ആയിട്ടാണ് ആ സാധനങ്ങൾ പൾവറൈസ് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഡ്രൈ സ്പൂൺസ് മാത്രമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. മുഴുവൻ ക്വാണ്ടിറ്റിയും തുറന്നു വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുക്കുകയായിരുന്നില്ല. നമുക്ക് ആവശ്യം കുക്കിങ്ങിനായിട്ടുള്ളത് ചെറിയൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി അതേപോലെ ക്ലോസ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് പോലും ഒരു 5 months ഒക്കെ ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് മുളകും മല്ലിയൊക്കെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ കുറച്ചുകൂടെ നല്ല ക്ലീൻ ആയിട്ടും കുറച്ചുകൂടെ 100% മോയിസ്റ്റ് പോകുന്ന രീതിയിൽ, 100% എന്ന് പറയുന്നില്ലെങ്കിലും മോയിസ്റ്റ് പോകുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏറ്റവും കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതിനകത്തില് എങ്ങനെ മായം ചേർക്കാതെ 6 months ഷെൽഫ് ലൈഫ് നമുക്ക് കസ്റ്റമറിന് നമ്മുടെ പൗഡറിൽ കൂടെ കൊടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ഞങ്ങൾ ആദ്യം ഒരു ബാച്ച് ഉണ്ടാക്കി നോക്കി. ബാച്ച് എന്ന് പറഞ്ഞാൽ വലിയ വോളിയം ഒന്നുമല്ല, കുറച്ച് വോളിയത്തിൽ ഉണ്ടാക്കി നോക്കി. എന്നിട്ട് അതിൽ 1-2 പാക്കറ്റ്സ് മാറ്റി വെക്കും. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കും, ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കും. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടും 6 months ആയിട്ടും ഒന്നും അതിനൊരു പ്രോബ്ലവും സംഭവിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയി. കാരണം ഇത്രയും ഡ്രൈ ചെയ്താൽ നമ്മൾ മാർക്കറ്റിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളതാണ് മേടിക്കുന്നത്. അതായത് കേടായതും ചീഞ്ഞതും അങ്ങനെ പൾവറൈസ് ചെയ്യാനല്ലേ എന്തും വാങ്ങിച്ചിട്ട് പൗഡർ ചെയ്യാം, ആ ഒരു മെന്റാലിറ്റി അല്ല. ഏറ്റവും നല്ല സാധനങ്ങൾ വാങ്ങി നന്നായിട്ട് വാഷ് ചെയ്യും. വാഷ് ചെയ്യുന്നതിനകത്ത് ഭയങ്കര ഞങ്ങൾ കെയർ കൊടുക്കും. വാഷ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ സോളാർ ഡ്രയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ. ഇപ്പൊ സോളാറിൽ ഞങ്ങളത് ഉണക്കും. സോളാറിൽ ഉണക്കുമ്പോൾ തന്നെ നന്നായിട്ട് മോയിസ്റ്റ് ഒക്കെ പോയി നല്ല ഈ മുളകൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നല്ല കിലിക്കില്ല എന്നുള്ള സൗണ്ട് കേൾക്കും. എന്നാലും വീണ്ടും ഞങ്ങളത് ഇലക്ട്രിക് റോസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് പൾവറൈസ് ചെയ്യുന്നത്. അങ്ങനെ എടുക്കുന്ന പൗഡറിൽ ഒട്ടും മോയ്സ്ചർ ഉണ്ടാവില്ല. പിന്നെ അത് ഒരുപാട് ഇന്ന് പൾവറൈസ് ചെയ്ത സാധനം ആ പൗഡർ ഞങ്ങൾ നന്നായിട്ട് എല്ലാം അരിച്ച് വെച്ചതിന് ശേഷം അത് അന്ന് തന്നെ പാക്കറ്റ് ആക്കും. അത് പിറ്റേ ദിവസം അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും അല്ല. മോയ്സ്റ്റ് കയറാനുള്ള ഒരു അവസരം ഞങ്ങൾ കൊടുക്കുന്നില്ല. അങ്ങനെ തന്നെ പാക്കറ്റ് ആക്കി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈവൻ നമ്മുടെ ക്ലൈമറ്റിൽ 6 months എന്ന് നമ്മൾ പറഞ്ഞാൽ പോലും ഇപ്പൊ കോൾഡ് ആയിട്ടുള്ള വെതറുള്ള കൺട്രികളിൽ കൊണ്ടുപോവുകയാണെങ്കിൽ 2 years ആയിട്ടും കേടാവാത്ത പൗഡേഴ്സ് ഉണ്ട്. അത് എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ആ പൗഡേഴ്സ് ശരിക്കും പറഞ്ഞാൽ അത്രയും അതിന്റെ എന്താ പറയുക ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്കൊരു 2 years കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്രയും ക്ലീൻ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൗഡറൊക്കെ ഒരു പ്രിസർവേറ്റീവ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകുമ്പോൾ പല ചലഞ്ചസും ഇതിനകത്ത് വന്ന് ചേരാൻ സാധ്യത. അങ്ങനെ എടുത്തു പറയത്തക്ക ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് നമ്മുടെ ഈ സൂസൻ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ കേദാരം ഷോപ്പിംഗ് കോംപ്ലക്സിലെ കൗണ്ടറിൽ നിന്നല്ലാതെ വേറെ ഒരു ഷോപ്പുകളിലും ഞാനിത് വിൽക്കുന്നില്ല. പിന്നെ വലിയൊരു വോളിയം ഉണ്ടാക്കി ബിസിനസ് അങ്ങ് എലാബറേറ്റ് ചെയ്തിട്ട് അതിൽ മായം ചേർത്തിട്ട് ബിസിനസ്സിനെ കുറച്ചുകൂടി അഡ്വർടൈസ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാമെന്നുള്ളൊരു ചിന്താഗതിയും എനിക്കില്ല. നമുക്ക് കുറച്ച് ഹാൻഡ്സ് ഫുൾ ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെ സാറ്റിസ്ഫൈ ചെയ്യുക. പിന്നെ അവര് പറഞ്ഞു കേട്ടിട്ട് കുറെ കസ്റ്റമേഴ്സും കൂടെ വരുന്നുണ്ട്. അപ്പൊ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങൾ 1 മാസത്തേക്കുള്ള ക്വാണ്ടിറ്റിയെ ഉണ്ടാക്കുകയുള്ളൂ. ഇപ്പൊ NRI സീസൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ 1 വർഷത്തേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകും. മിക്ക കസ്റ്റമേഴ്സും വരുമ്പോൾ ഞങ്ങളുടെ ഒരു ബോക്സ് നിങ്ങളുടെ സാധനങ്ങളാണെന്ന് നേരത്തെ ഓർഡർ തരും. അതായത് 23 കിലോയാണ് അവർക്ക് പുറത്തു കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ ഒരു ബോക്സ് ഞങ്ങളുടെ സാധനങ്ങളായിരിക്കും. മിക്സ് മസാലാസ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാകുമ്പോൾ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടാക്കും. മിക്കവർക്കും അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് തന്നെ സാധനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയുള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് പിന്നെ ഷെൽഫ് ലൈഫിന്റെ പ്രോബ്ലവും വരുന്നില്ല. ഇവിടെ ഇങ്ങനെ ഡെഡായിട്ട് സാധനങ്ങൾ ഇരിക്കുന്ന പരിപാടിയേ ഇല്ല. കൂടുതൽ കസ്റ്റമർ ഉള്ള മാസങ്ങളാണ് ചില സമയത്ത് കസ്റ്റമേഴ്സ് നമ്മുടെ സാധാരണ വരുന്ന കസ്റ്റമേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ സാധനങ്ങൾ തീർന്നു പോകും. അപ്പം നമ്മൾ വീണ്ടും ഉണ്ടാക്കുക. അപ്പം എപ്പോഴും സാധനങ്ങൾ പുതിയതായിരിക്കും. അങ്ങനെയും ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഹെൽത്തും ഹൈജീനും ഒക്കെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുന്ന കാലമാണല്ലോ. കോമ്പറ്റീറ്റേഴ്സിനെ പറ്റിയിട്ട് എത്രമാത്രം നമ്മൾ ബോധവാനാണ്?
പിന്നെ എങ്ങനെ ആ കോമ്പറ്റീഷൻ നമുക്ക് തരണം ചെയ്ത് പോകുന്നുണ്ട്? കോമ്പറ്റീഷൻ എന്നുള്ളത് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഞാൻ വേറെ മാർക്കറ്റിനകത്തോട്ട് ഈ സാധനങ്ങളെ വേറെ ഷോപ്പിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രൈസ് കുറച്ച് കൊടുത്തിട്ട് അല്ലെ പ്രൈസ് കൂട്ടി കൊടുത്തിട്ട് അല്ലെ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ അവരെ ക്യാൻവാസ് ചെയ്യുന്ന രീതിയിൽ ഒന്നും ഞാൻ ഈ നമ്മുടെ പ്രോഡക്ട്സുമായിട്ട് പോയിട്ടില്ല ഇതുവരെ. പലരും പറഞ്ഞിട്ടുണ്ട് പിന്നെ സെയിലിനൊക്കെ പോകണം, സ്റ്റോളുകളിൽ വെക്കണം. പക്ഷെ അതിനുള്ള ആക്ച്വലി സമയവും ഇല്ല, എനിക്ക് സ്റ്റാഫുകളും ഫ്രീ ആവത്തില്ല. ആ ഒരു കാരണം ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് വന്ന് പല ടൈപ്പ് ഓഫ് ആൾക്കാർ വരുമല്ലോ ഒരു ഷോപ്പ് ആകുമ്പോഴേ. അപ്പൊ ചില കസ്റ്റമർ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ചോദിക്കും ഈ റേറ്റ് ആണല്ലേ, അപ്പം ഇതിന് മാർക്കറ്റിൽ എന്ത് വിലയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ പേര് ചോദിച്ചിട്ട് പറയും അതിന് എത്ര രൂപയാണ്. ആക്ച്വലി ഞാൻ പറയും എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ ഈ ബ്രാൻഡിന് എത്ര രൂപയാണ്, അപ്പൊ എന്റെ പ്രോഡക്റ്റിന് 2 രൂപ കുറച്ച് കൊടുക്കാം, അല്ലെ ഈ ബ്രാൻഡിന് എത്ര രൂപയാണ് എന്റെ പ്രോഡക്റ്റിന് 1 രൂപ കൂട്ടി കൊടുക്കാം. ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. നമുക്ക് എന്ത് വിലയ്ക്കാണോ ഒരു പ്രോഡക്റ്റ് റോ മെറ്റീരിയൽ കിട്ടുന്നത്, പിന്നെ നമ്മുടെ എക്സ്പെൻസ്, നമ്മുടെ സ്റ്റാഫിന്റെ സാലറി, ബാക്കി എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ട് നമുക്കൊരു ചെറിയ പെർസെൻറ്റേജ് ലാഭവും കൂടി ഇട്ടിട്ട് ആ ഒരു റേറ്റിനാണ് ഞാൻ സാധനം കൊടുക്കുന്നത്. അപ്പൊ മാർക്കറ്റ് വാല്യൂ ആക്ച്വലി എന്നോട് എത്രയെന്ന് ചോദിച്ചാൽ ഒരു സാധനത്തിന്റെയും എനിക്കറിയില്ല. പക്ഷേ താങ്ക് ഗോഡ് നമ്മുടെ കസ്റ്റമേഴ്സ്, വരുന്ന കസ്റ്റമർ എല്ലാം ഹാപ്പിയാണ്. കാരണം വെളിയിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ സാധനങ്ങൾ വാങ്ങി നമ്മളൊരു റെഡ് ഫിഷ് കറി, കോട്ടയം സ്റ്റൈൽ ഒരു ഫിഷ് കറി വെക്കുമ്പം ഇപ്പം നമ്മളൊരു 4 സ്പൂണ് മുളക് പൊടിയാണ് അതിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളുടെ ഒരു 2 സ്പൂൺ ആഡ് ചെയ്താൽ മതി. കാരണം ക്വാളിറ്റി വെച്ചിട്ട് അത്രയും കിട്ടുന്നുണ്ട്. അപ്പം ശരിക്കും നാച്ചുറലി നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഹാഫ് പ്രൈസേ ആവണുള്ളൂ. കമ്പയർ ചെയ്യുമ്പോൾ ഹാഫ് പ്രൈസേ ആവുന്നുള്ളൂ. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് വൺസ് യൂസ് ചെയ്തൊരു കസ്റ്റമറിന് വെളിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഡിഫറൻസും അറിയാൻ പറ്റും. ചിലപ്പോൾ ചില കസ്റ്റമറിന് എമർജൻസി ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു സാധനം വെളിയിൽ നിന്ന് വാങ്ങേണ്ട വന്നു, അവരത് യൂസ് ചെയ്യുകയാണെങ്കിലും പിന്നെ ഉടനെ വന്നിട്ട് പറയൂ എനിക്കത് പറ്റുന്നില്ല കേട്ടോ, നിങ്ങളുടെ തന്നെ തരൂ എന്ന് പറഞ്ഞ് വാങ്ങുന്ന എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ടെന്നറിയാം. നൂറുകണക്കിന് സംരംഭങ്ങളാണ് ഓരോ വർഷവും ഉയർന്നു വരുന്നത്. അതേപോലെ തന്നെ കൂട്ടി പോകുന്നതുണ്ട്. സർവൈവിൽ നോക്കുമ്പോൾ ഏത് ഇതിലാണ് നിൽക്കുന്നത്, ഏത് ലെവലിലാണ് ഇപ്പോൾ? ഞാൻ ആക്ച്വലി എൻ്റെ ഈ ബിസിനസ് ഞാനൊരു സംരംഭം എന്നുള്ള രീതിയിലല്ല, ഇതെൻ്റെ പാഷനാണ്. എൻ്റെ ഇപ്പോഴത്തെ ഊണിലും ഉറക്കത്തിലും എൻ്റെ ചിന്തകൾ മുഴുവനും എങ്ങനെ ഇതിനെ വീണ്ടും വീണ്ടും ക്വാളിറ്റിയിലേക്ക് എത്തിക്കാം. കാരണം ഇതിനപ്പുറത്തോട്ടൊരു ക്വാളിറ്റി എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്നാലും ബിസിനസ് വളർത്തി കുറച്ചുകൂടെ എന്താ പറയുന്നത് ആ രീതിയെക്കാട്ടി കൂടുതലായിട്ട് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഒട്ടും മായം ചേർക്കാതെ കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഇതിൽ കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വരും തലമുറ, അതായത് അടുത്ത ജനറേഷൻ ഇത് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ? കാരണം ഇതൊരു നേരത്തെ പറഞ്ഞല്ലോ ഒരു പാഷനിൽ തുടങ്ങിയതാണ്. പിന്നെ അതിനകത്തൊരു സോഷ്യൽ കോസ് കൂടെ ഉണ്ടല്ലോ, എല്ലാവർക്കും നല്ല ആഹാരം കൊടുക്കുക എന്നുള്ള. അപ്പോൾ അതൊക്കെ മുൻനിർത്തി അവർ മാഡത്തിൻ്റെ വരും തലമുറ ഇത് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അവരുടെ അപ്രോച്ച് എങ്ങനെയാണ് ഇതുമായിട്ട്? എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. 2 പേരും നാട്ടിലല്ല, 2 പേരും അമേരിക്കയിലാണ്. ഒരാള് അമേരിക്കയിൽ ലോയറാണ്, രണ്ടാമത്തെ മോള് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിലാണ്. അപ്പം 2 കുട്ടികളും ഈ ബിസിനസ് ഏറ്റെടുക്കാനായിട്ട് തയ്യാറല്ല. കാരണം അവർക്ക് ഇതിനോടല്ല താല്പര്യം. എനിക്ക് ആക്ച്വലി ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ ആരെങ്കിലും എൻ്റെ ബിസിനസ് ഏറ്റെടുക്കണമെന്ന്. പക്ഷെ അതിനുള്ളൊരു ചാൻസ് ഇപ്പം ഞാൻ കാണുന്നില്ല. ഇനിയും ഫ്യൂച്ചർ നമുക്കറിയില്ല. യുവ സംരംഭകർ ഒരുപാട് പേര് ഈ ഫുഡ് മേഖലയിലേക്ക്, ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ചിലർ പഠിച്ചിട്ടുണ്ടാവാം, പഠിക്കാതെ വരാം, ആക്സിഡൻ്റലി കടന്നു വരുന്നവരുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഇത് മാത്രമല്ല മാഡത്തിൻ്റെ 20 years ബാക്ക് എക്സ്പീരിയൻസ് മറ്റതിലുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് അവരോട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? ശരിക്കും ഒരുപാട് പേര് പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ കാലഘട്ടത്തിലും അതിനുശേഷവും പ്രത്യേകിച്ച് സ്ത്രീകൾ ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും ഒട്ടും ബിസിനസ് എന്ന് പറയുമ്പം ഒട്ടും മണി ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ആദ്യം ചിന്തിക്കാൻ പാടില്ല. നമുക്ക് ഏറ്റവും പാഷനായിട്ടുള്ള, ചിലർക്ക് സ്റ്റിച്ചിങ്ങിലായിരിക്കും, ചിലർക്ക് പെയിന്റിങ്ങിലായിരിക്കും, ചിലർക്ക് ഇതേപോലെയുള്ള കുക്കിങ്ങിലായിരിക്കും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ബിസിനസ്സിലോട്ട് ലേഡീസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അത് വളരെ നല്ലതുമാണ്. പിന്നെ
മണി മാത്രം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടൊരു ബിസിനസ് ചെയ്യരുത്. പൈസ നമുക്ക് ആവശ്യമാണ്, പക്ഷെ അതിനകത്തില് നമ്മുടെ എല്ലാ ബിസിനസ്സിനകത്തും നമ്മൾ ചെയ്യുമ്പം നമ്മുടെ കസ്റ്റമറിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സ്നേഹം, നമ്മുടെ ഒരു കരുതല്, നമ്മുടെ ഒരു എന്താ പറയുക പൂർണ്ണമായിട്ടൊരു ഇൻവോൾവ്മെന്റ് ആ ബിസിനസ്സിന് കൊടുക്കണം. ശരിക്കും ബിസിനസ് തുടങ്ങിയിട്ട് അത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേറെ നമ്മൾ മാറി നിന്ന് ആ രീതിയിലാണെങ്കിലും എത്രമാത്രം എനിക്കറിയില്ല. എൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ഞാൻ ഈ 2 ബിസിനസ്സിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. എവിടെയെങ്കിലും ഒന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ പോലും എനിക്ക് 2-3 പ്രാവശ്യം ഞാൻ ചിന്തിക്കും ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ഞാൻ. പിന്നെ ഫുഡ് ഇൻഡസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മുടെ ഒരു സ്നേഹവും കരുതലും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഫുഡിന്റെ ടേസ്റ്റ് കൂടുന്നത്. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, അതിന്റെ എഫക്റ്റ് വളരെ വലുതായിരിക്കും. ഈ പരിപാടിയിൽ നമ്മൾ സാധാരണ കൊടുക്കാനുള്ള ഒരു വിഷയം ഒരു ഓൺട്രപ്രണറിൻ്റെ ഒരു ദിവസം, അത് നമ്മളെല്ലാവരോടും ചോദിക്കാറുണ്ട്. ഇപ്പം മാം പറഞ്ഞു 8 മണിക്ക് വന്നിട്ട് ആക്ടിവിറ്റീസിലേക്ക് കിടക്കും. ഒന്ന് പറയാമോ ഒരു ദിവസം മാഡത്തിൻ്റെത് എങ്ങനെയാണ്? ഞങ്ങളുടെ ഷോപ്പ് ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് 10 to 7:30 ആണ്. ഓക്കെ, മോർണിംഗ് 10 എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത്, ഈ ബിസിനസ് അല്ല ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ ബിസിനസ് ആണല്ലോ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സമയത്തൊക്കെ ഞാൻ തന്നെ വന്ന് ഷോപ്പ് തുറന്ന് ഞാൻ തന്നെ ഷോപ്പ് ക്ലോസ് ചെയ്ത് പോകുന്ന ആ ഒരു പ്രവൃത്തിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 10 വർഷത്തോളം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഏറ്റവും സ്റ്റാഫുകളെ വിശ്വസിക്കാം അങ്ങനെയൊക്കെയുള്ള രീതിയിലോട്ട് വന്ന സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സ്റ്റാഫിന് ഒരു കീ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവർ വന്ന് തുറക്കും. ക്ലീനിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനൊരു ഹാഫ് ആൻ അവർ 10-10:30 ഞാൻ എത്തും. ഞാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടേ പോകാറുള്ളൂ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും. ഇടയ്ക്ക് എവിടോട്ടേലും പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു എന്താ, വേറെ ബിസിനസ് നഷ്ടപ്പെടുന്ന ടെൻഷനല്ല, ഞാൻ അവിടെ വേണം എന്നൊരു ചിന്തയാണ് എനിക്ക് എപ്പോഴും ഉണ്ടാവുക. എനിക്ക് കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യണം, കസ്റ്റമറിന്റെ എന്താ പറഞ്ഞ അവർക്ക് എന്തെങ്കിലും സജഷൻസ് എന്നോട് ഒരുപാട് സജഷൻസ് ചോദിച്ച് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയുടെ ആണെങ്കിൽ എന്നോട് ചോദിക്കും ഇതെനിക്ക് മാച്ച് ആവോ, ജെന്യുവൻ ആയിട്ട് പറയണം. ഞാൻ ആക്ച്വലി മാച്ച് ആവത്തില്ലെങ്കിൽ എന്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് ഒരിക്കലും ഞാനിത് മാച്ച് ആവുമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയും കുറച്ചുകൂടി ബെറ്റർ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കിയാലോ. ചേരില്ല എന്ന് ഞാൻ പറയില്ല, കാരണം പ്രത്യേകിച്ച് ലേഡീസ് ആണ്, അവർക്ക് സങ്കടം വരും. അങ്ങനെ ഞാൻ പറയില്ല, നമുക്കൊരു ബെറ്റർ ഓപ്ഷൻ നോക്കാം, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അതൊന്ന് നോക്കിയാലോ, ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ അഥവാ ഇവിടെ ഇല്ലാത്തൊരു സമയം, ഒരു 1 hour മാറിയിരിക്കുന്ന സമയത്ത് എനിക്ക് അറിയാവുന്ന ഒരു കസ്റ്റമർ വന്നിട്ട് കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് പോയി, മാച്ചിങ് ആയിരുന്നു എടുത്തത്. അപ്പം സ്റ്റാഫ് പറയണം മാഡത്തിനെ അന്വേഷിച്ചു എന്ന് പറയുമ്പം അയ്യോ അവർക്ക് ഏറ്റവും നല്ലതാണോ കിട്ടിയത്. അപ്പൊ ഞാനൊരു 10 പ്രാവശ്യം ഇവരോട് ചോദിക്കും ഏതാ എടുത്തത്, എന്ത് കളറാ കൊണ്ടുവന്നത്, നിങ്ങൾ ഇതൊക്കെ കാണിച്ചു കൊടുത്തോ, അത് കാണിച്ചു കൊടുത്തോ. അപ്പൊ എനിക്കറിയാം ആ കസ്റ്റമറിന് എന്താണ് വേണ്ടതെന്ന്. ഒരു നമ്മൾ അത് അത്ര ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമ്പോൾ മാത്രം നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പം ആ കസ്റ്റമറിന് അതാണോ ഇവർ കൊടുത്തത് എന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ. നെക്സ്റ്റ് ടൈം ആ കസ്റ്റമർ വന്നിട്ടോ അതെനിക്ക് ഭയങ്കര നന്നായിരുന്നു കേട്ടോ, ഞാൻ ഇട്ടിട്ട് ഒത്തിരി എനിക്ക് കോംപ്ലിമെന്റ് കിട്ടി എന്ന് പറയുന്നിടം വരെ എനിക്ക് എന്റെ മനസ്സിനകത്ത് ഈ ക്വസ്റ്റ്യൻ കിടക്കും. ഞാൻ കയറി വന്നപ്പോൾ ഷെൽഫിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കണ്ടു. അതിൽ ഒരു മെയിൻ ഏരിയ പിക്കിൾസിന് കൊടുത്തിരിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ അതൊക്കെ ഇപ്പൊ മാം പറഞ്ഞില്ല, പിക്കിളിനെ പറ്റി പറഞ്ഞില്ലല്ലോ. അപ്പൊ എന്തൊക്കെയാണ് പിക്കിൾസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ വേരിയൻസ്? എനിക്ക് പേഴ്സണലി പിക്കിൾ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ആകുമ്പോൾ നമ്മൾ കൂടുതൽ അതിനകത്തൊരു ഇൻട്രസ്റ്റ് കാണിക്കും ചെയ്തു കൊടുക്കാൻ. അപ്പം പിക്കിൾ ആക്ച്വലി എന്റെ ബിസിനസ്സിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയ ഒരു പ്രോഡക്റ്റ് ആയിരുന്നില്ല. അങ്ങനെ കസ്റ്റമേഴ്സ് ഓരോരുത്തരുടെ, ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമർ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് ബിസിനസ്സിനെ ഞാൻ വളർത്തിയത്. ഇപ്പൊ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി, ഞങ്ങള് മകളുടെ ഡെലിവറിക്കത്തേന് എബ്രോഡ് പോവുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് പിക്കിൾ ഉണ്ടാക്കി തരാൻ പറ്റുമോ? അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ സ്വന്തമായിട്ട് പിക്കിൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ നോന്ന് പറയില്ല. അപ്പൊ ഞാൻ പറയാൻ എന്താ ചെയ്തു തരാമല്ലോ, ഏത് പിക്കിളാ വേണ്ടേ? അപ്പോൾ മാംഗോ പിക്കിൾ വേണം, അല്ലെങ്കിൽ ലെമൺ വേണം. മിക്ക കസ്റ്റമറിനും ആവശ്യം ഫിഷ് പിക്കിളാണ്. അപ്പൊ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുമാണ്, എനിക്ക് ഫാമിലിയിൽ നിന്ന് തന്നെ കോംപ്ലിമെന്റ് കിട്ടിയിട്ടുള്ളതുമാണ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം അങ്ങനെ കസ്റ്റമറിന് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചിന്തിച്ചു സാധാരണ എല്ലായിടവും കിട്ടുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും, ഏറ്റവും ടേസ്റ്റി ആയിട്ട്. അതാണ് എനിക്ക് ഏറ്റവും ആവശ്യം, ഏറ്റവും ടേസ്റ്റി ആയിട്ട്. അങ്ങനെ ഇപ്പം ലെമൺ ആയാലും മാംഗോ ആയാലും ഗൂസ്ബെറി ആയാലും ഒക്കെ ഞാൻ ഡ്രൈ ചെയ്തിട്ടാണ് ഞാൻ പിക്കിൾ ചെയ്യുന്നത്.
പിക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറച്ച് ദിവസം ഒന്ന് വെളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പൂപ്പൽ വരും. പിന്നെ നമുക്കത് കഴിച്ചാൽ ശരിയാവത്തില്ല. പ്രത്യേകിച്ച് ഈ പ്രഗ്നന്റ് ലേഡീസിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്, അത് അവർക്ക് കേടാവുമോ അങ്ങനെയുള്ള. പക്ഷെ അതിനൊരു സൊല്യൂഷൻ, ഞാനാണെങ്കിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്ന ആളുമല്ല. അപ്പൊ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഡ്രൈ ചെയ്തിട്ട് ചെയ്യുന്നത്. ഞാൻ ഈ പ്രോഡക്ട്സ് ഒക്കെ നന്നായിട്ട് സോളാറിൽ വെച്ച് ഡ്രൈ ചെയ്തിട്ടാണ് പിക്കിൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ ഷെൽഫ് ലൈഫ് വളരെയധികം കൂടുതലാണ്. ഇപ്പൊ 1 year കഴിഞ്ഞ കസ്റ്റമറും പറയുന്നുണ്ട്, അയ്യോ അന്ന് വാങ്ങിക്കൊണ്ട പിക്കിൾ ഇപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ പിക്കിളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ആരെങ്കിലും വരുന്നെന്ന്, കസ്റ്റമേഴ്സ് വരുന്നെന്ന് വിചാരിച്ചോ, ഞാൻ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അപ്പൊ അവർക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണേലേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ വേണ്ടാത്ത കസ്റ്റമറിനാണെങ്കിൽ ഞാൻ കൊടുക്കും. കാരണം എനിക്കത് അവര് കൊള്ളാന്ന് പറയുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അത് അവരുടെ മനസ്സിനകത്ത് ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും അവർക്കതൊരു ആവശ്യം വരുന്ന സമയത്ത് നാച്ചുറലി അവർ എന്നെ കോണ്ടാക്ട് ചെയ്യും. പിന്നെ ചില സമയത്ത് ഇതൊന്നും റെഡി ആയിരിക്കത്തില്ല. ആ സമയത്ത് ഓർഡർ തരികയാണെങ്കിൽ നമ്മൾ വിതിൻ 2-3 daysനുള്ളിൽ കൊടുക്കും. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഒക്കെ കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അല്ല ഫ്രോസൺ ഐറ്റംസ് എടുത്തിട്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട്, അറിയാമല്ലോ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്നിപ്പോ വൈകിട്ട് 4 മണിക്ക് ഒരു ഡെലിവറി ചെയ്യാനുണ്ട് ഫിഷ് പിക്കിൾ. അപ്പൊ അതിന്റെ ഒരു ഹറിയും കൂടെ എനിക്കുണ്ട്. ബൾക്ക് ക്വാണ്ടിറ്റീസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഒരു കസ്റ്റമറിന്, അവർക്ക് ഒരു പള്ളിയിലെ പ്രോഗ്രാം കാനഡയിലാണ്. അപ്പൊ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ഈ ഫിഷ് പിക്കിളായിരുന്നു. അപ്പൊ എല്ലാവർക്കും 1/2 kg ബോട്ടിൽസ് പാക്ക് ചെയ്ത് അതൊരു നല്ല പാക്കറ്റ് പോലെ ആക്കിയൊക്കെ കൊടുക്കണം. അങ്ങനെയാണ് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പൊ ഞങ്ങൾ 12 കിലോയുടെ ഫിഷ് പിക്കിൾ, അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ക്വാണ്ടിറ്റി. 12 കിലോ ഫിഷിന്റെ എല്ലാം ചെയ്ത് റെഡിയാക്കി എല്ലാം സീൽ ചെയ്ത് ഡബിൾ പാക്ക്. എബ്രോഡ് പോകുന്ന കസ്റ്റമറിനെല്ലാം ഞങ്ങളുടെ പാക്കിംഗ് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഒട്ടും സ്പിൽ പ്രൂഫ് ആയിട്ടുള്ള പാക്കറ്റിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഒട്ടും സ്പില്ലാവാത്ത രീതിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് ഏറ്റവും വലിയ ക്വാണ്ടിറ്റി ചെയ്തത്, 12 kg. മീറ്റും അതുപോലെ ചെയ്തിട്ടുണ്ട്, ഒരു 10 kg വരെ മീറ്റും ചെയ്തിട്ടുണ്ട്. ഇനി P&B പറ്റിയിട്ട് മാഡത്തിന്റെ അഭിപ്രായം? ഈ ഒരുപാട് ആൾക്കാര്, പ്രത്യേകിച്ച് ലേഡീസ്, ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് അത് എങ്ങനെ തുടങ്ങണം, അല്ല തുടങ്ങിയാൽ സക്സസ് ആവുമോ, ഇതിനൊക്കെ എങ്ങനെയാണ്, അതായത് നമ്മുടെ മണി കണ്ടെത്തേണ്ടത്, അതുപോലെ തന്നെ ബിസിനസ്സിനകത്ത് എത്ര ലാഭം ഇടാം, എങ്ങനെ ഇതിനെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇവൻ പേഴ്സണലി എന്നോടാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എവിടെ നോക്കിയാലും സ്ത്രീകൾക്കുള്ളൊരു ഡൗട്ടാണ്. സ്ത്രീകൾ തന്നെയല്ല, ആർക്കാണെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോൾ അത് പല ലെവലിലാണ്. ചെറിയ രീതിയിൽ തുടങ്ങുന്നവർക്ക് ചെറിയ സംശയമായിരിക്കും, വലുതായിട്ട് തുടങ്ങുന്നവർക്ക് വലിയ സംശയമായിരിക്കും. പക്ഷെ ഇതിനെല്ലാം കവർ ചെയ്ത് നമുക്ക് പറഞ്ഞു തരാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര സഹായമാണ്. കാരണം അങ്ങനെയുള്ളൊരു ബേസ് ഈ P&Bന്ന് നിങ്ങൾ കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു പഠിത്തവും ചെറുതല്ല, എല്ലാ അറിവും വളരെ നല്ലത് തന്നെയാണ്. നമുക്ക് വേണ്ട മേഖലയിൽ കുറച്ചുകൂടെ നമ്മളെ ഒന്ന് പഠിപ്പിച്ചെടുത്തിട്ട് നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുന്ന പോലെ തന്നെയായിരിക്കും ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നത്, ഇല്ലേ? അപ്പൊ അതിനുള്ളൊരു ബേസ് കൊടുത്ത് വിടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതിപ്പോ നിങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെ സക്സസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് പ്രയോജനം കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിന് വളരെയധികം നന്ദി. താങ്ക് യു മാം. അപ്പോൾ നമ്മളെ ഇതുമായിട്ട് ഇത്രയും നേരം സമയം സ്പെൻഡ് ചെയ്താൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.